ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ. മേജർ ധ്യാൻചന്ദ് ജനിച്ച ദിവസം. 1928, 32, 36 വർഷങ്ങളിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിക്കൊടുത്തിട്ടുള്ള ഹോക്കി മാന്ത്രികൻ്റെ ജന്മദിനം. എന്താണ് ഈ ഒരു കായിക ദിനത്തിൻ്റെ പ്രത്യേകത? സ്പോർട്സ് വെറുമൊരു കളിയല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും കളി കാണാനോ കളിക്കാനോ ഇഷ്ടപ്പെടുന്നതാണ്. അതിൻ്റെ കാരണം മനുഷ്യനും സ്പോർട്സും തമ്മിലുള്ള അത്രയേറെ ബന്ധമുണ്ട്. മനുഷ്യൻ്റെ ചലനങ്ങൾ ആരംഭിക്കുന്നത് അവൻ്റെ ജന്മത്തിന് മുമ്പാണ്. കാരണം മനുഷ്യൻ്റെ ഘടന സ്പോർട്സിന് വളരെ അനുയോജ്യമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓടാനും ചാടാനും മറിയാനും തിരിയാനും പിടിച്ച് കയറാനും എല്ലാം സൂട്ടബിളായിട്ടുള്ള രീതിയിലാണ് മനുഷ്യനും ചലനങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. സ്പോർട്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചെറുപ്പം നിലനിർത്താനും കുടവയറ് കുറക്കാനും ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇതെല്ലാം നമുക്ക് സ്പോർട്സ് സഹായിക്കുന്നതാണ്. അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുണ്ട് നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. നിത്യജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സുമായിട്ടാണ് കൊച്ചുകുട്ടികളടക്കം ഇന്ന് ജീവിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സ്പോർട്സ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ യന്ത്രങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അലസത, മടി, ജീവിതത്തിലെ തിരക്ക് കാരണം പലരും നിത്യജീവിതത്തിൽ നിന്നും കായിക പ്രവർത്തനങ്ങളിൽ നിന്നും ഓരോ ദിവസവും അകന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതിലൂടെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ കിട്ടുമെന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യമില്ലാതെ നമുക്ക് മറ്റെന്തുണ്ടായിട്ടും ജീവിതത്തിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ സ്പോർട്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം, ഉറക്കം പോലെ സ്പോർട്സിന് ഒരു നിർബന്ധമായിട്ടും ഒരു സമയം കണ്ടെത്തി എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. കായിക ദിനാശംസകൾ നേരുന്നു.